പണിയില്ലാത്തതുകൊണ്ട് പണി കൊടുത്തപ്പോഴത്തേക്കും അവൻ നമുക്കിട്ട് പണിത്. കേരളത്തിൽ ഇനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ സ്നേഹം അതാണ്. അടച്ചു വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നില്ല, അപ്പോൾ സമരം പിൻവലിച്ചു, പരിപാടി തീർത്തു, അതെല്ലാം കലാശക്കൊട്ടായി. അങ്ങനത്തെ സി എമ്മിനെ കിട്ടണം. സിന്തറ്റ് എന്ന് പറഞ്ഞ പേര് തന്നെ കൺഫ്യൂഷൻ ആൾക്കാരുടെ സിന്തറ്റിക് എന്ന് പറഞ്ഞ്. പെസ്റ്റിസൈഡ് ലോബി ഈസ് എ ബിഗ് ഹ്യൂജ് ലോബി. അവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കോവിഡിൻ്റെ സമയത്താണ് സിന്തറ്റ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തത്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എല്ലാം ഇങ്ങനെ 1 to 1 പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് എടുക്കണം കൂടി. സതീഷൻസ് ഐഡിയ ഈസ് വെരി ഗുഡ്. 2 മാർക്കറ്റുണ്ട് സിന്തറ്റിൻ്റെ എംപ്ലോയീസിന്. ഒന്ന് മാരേജ് മാർക്കറ്റുണ്ട്, കല്യാണ മാർക്കറ്റുണ്ട് പെണ്ണുങ്ങൾക്ക്. സീസണിങ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ട്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് കുറേ കെമിക്കൽസ് ഉണ്ട്, അഡൾട്രേഷൻ ഉണ്ട്. സോ അങ്ങനെ ഉള്ളതുമാണ്. സോ ഇതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ലാക്ക് ഓഫ് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് കാരണമാണ് അത്രയും. See, because today EU regulations are very strict on this. Because today US has stopped all synthetic colors. ഞങ്ങളുടെ വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കിട്ടിയ ഓർഡറിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ്. ബിക്കോസ് US കംപ്ലീറ്റ്ലി ബാൻഡ് ഓൾ സിന്തറ്റിക് കളേഴ്സ്. അടുത്ത വർഷം 2028 ഫസ്റ്റ് കംപ്ലീറ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കോളണം അല്ല. സി അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നാച്ചുറലുണ്ട്, സിന്തറ്റിക് ഉണ്ട്. സി അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സി ഇറ്റ്സ് ഓൾ വി കാൺ സേ. അതിനെ 2 വിധത്തിൽ അതിനെ കാണണം. ഐ ക്യാൻ സേ ഇറ്റ് ഇസ് NI, നാച്ചുറൽ ഐഡൻറ്റിക്കൽ. ഇറ്റ് ക്യാൻ ബി എ ബ്ലെൻഡ് ഓഫ് നേച്ചർ ആൻഡ് സിന്തറ്റിക്. അപ്പോൾ ആർക്കത് ക്വസ്റ്റ്യൻ FSSAI സമ്മതിച്ചിട്ടുള്ളതാണത്. നേച്ചർ ഐഡൻറ്റിക്കൽ ഇസ് അപ്രൂവ്ഡ് സ്റ്റഫ്. ഇപ്പോൾ പെർഫ്യൂമറിയിൽ തന്നെയാണെങ്കിലും ഇപ്പം ഒരു പുതിയ നിയമം വരാൻ പോകും. അതായത് ഓൾ സിന്തറ്റിക് നോട്ട്സ് ഹാസ് ടു ബി ടേക്കൺ ഓഫ് ഫ്രം പെർഫ്യൂമറി സ്പ്രേസ്, ബിക്കോസ് കാർസിജനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ബോഡിയിലേക്ക് കയറാൻ ഏറ്റവും വലിയ പോഴ്സ് സ്കിന്നിനാണുള്ളത്. പെർഫ്യൂം ഉപയോഗിക്കും തോറും നമുക്ക് ആ ഒരു കാർസിജനിക് ലെവലിലേക്ക് നമ്മൾ ബോഡിയെ കൊണ്ടുപോകും. അപ്പോൾ ഇത് സയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസുണ്ട്. ഇഫ് യു ആസ്ക് ദറ്റ് ദ ക്വസ്റ്റ്യൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് അത് ആൾക്കാരിലൊരു കൺഫ്യൂഷൻ വരുത്തുന്നുണ്ട്. ഈവൻ സിന്തറ്റ് എന്ന് പറഞ്ഞ പേര് തന്നെ കൺഫ്യൂഷനുണ്ട് ആൾക്കാരുടെ സിന്തറ്റിക് എന്ന് പറഞ്ഞ്. ഇപ്പോൾ പല പത്രക്കാരും ഞാൻ പറയുമ്പോൾ സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ദൈവത്തെ പറയല്ല, സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയും. കാരണം ആ പ്രൊണൗൺസിയേഷനിൽ തന്നെ അതിൻ്റെ അകത്ത് ഒത്തിരി ആദ്യം ശരിക്കും പറഞ്ഞാൽ സിന്തറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ സിന്തൈറ്റ് ഇൻഡസ്ട്രി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. കാരണം ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് മെൻറ്റ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ സ്പൈസസ്, ഇറ്റ് വാസ് മെൻറ്റ് ഫോർ സംതിങ് എൽസ്. അപ്പം ഈ കെമിക്കൽസ് റീബ്രാൻഡ് ചെയ്യാൻ തന്നെ ഒരു ജേർണി ആയിരുന്നു ഞങ്ങൾക്ക്, ഈ കെമിക്കൽസിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാരണം കസ്റ്റമർ ലെവലിൽ പിന്നെ എല്ലാ ബില്ലിങ് ഇൻവോയ്സിങ് ഒക്കെ പോകുന്ന ഇൻഡസ്ട്രി ഇത് എളുപ്പമല്ല. ഇറ്റ് ഇസ് നോട്ട് നമ്മൾ അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ നാച്ചുറൽ പ്രോഡക്ട്സിലാണെങ്കിൽ കൃഷി ചെയ്യുന്ന സമയത്ത് പെസ്റ്റിസൈഡ് കണ്ടന്റ് നന്നായിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. ദാറ്റ്സ് ചലഞ്ച്. എസ്പെഷ്യലി നമ്മുടെ റെഡ് ചില്ലി അതിലൊക്കെ മാക്സിമം ആയിട്ട് ആ മെല ഒരു പെസ്റ്റിസൈഡ് ഉണ്ടല്ലോ, ഹൈലി കാർസിനോജൻ. സോ ഹൗ ഈ എക്സ്ട്രാക്റ്റിലേക്കും അത് വരാൻ ഒരു ചാൻസസ് ഇല്ല. അതായത് എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്ത് ഈ പെസ്റ്റിസൈഡ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും, കൂടും. സാധാരണ പൊടിച്ചു കഴിഞ്ഞാൽ ചില്ലി സാധാരണ പൊടിച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടുന്നത് PPM ലെവലിൽ സാരമാണ്. അത് ടോക്സിക്കാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് അതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്തെ ഇത് പോപ്പപ്പ് ചെയ്യും, ഭയങ്കര കോൺസെൻട്രേറ്റാണ്. കാരണം ഇത് അതായത് 5 കിലോ ബ്ലാക്ക് പെപ്പർ ഒലിവറിസിന് ഇക്വലൻറ്റ് ടു 100 kilos ഓഫ് ബ്ലാക്ക് പെപ്പർ. അതാണ് ഇതിൻ്റെ ഇക്വലൻസി. ഒരു എക്സാമ്പിൾ ഞാൻ പറയുക. അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്താണ് വരുന്നത്. 100 കിലോ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 കിലോ കിട്ടുന്നുള്ളൂ.
ഈ 5 കിലോയ്ക്കകത്തേക്ക് ഈ സാധനം മുഴുവൻ കയറുകയാണ്, ഈ പെസ്റ്റിസൈഡ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കയറുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എടുത്ത് CO2 എക്സ്ട്രാക്ട് ചെയ്യും, സൂപ്പർ ക്രിട്ടിക്കൽ എക്സ്ട്രാക്ഷൻ ചെയ്യും. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്ന് പെസ്റ്റിസൈഡ്സ് റിമൂവ് ആവും. അപ്പം അഡീഷണൽ കോസ്റ്റ് വരും. അഡീഷണൽ കോസ്റ്റ് $2. അപ്പോൾ ദർ ആർ കസ്റ്റമേഴ്സ് റെഡി ടു പേ ദറ്റ് $2 ആൻഡ് ടേക്ക് ഇറ്റ്. പക്ഷേ നമ്മൾ വി ആർ ഫൈറ്റിംഗ് ഡൗൺ വിത്ത് ദ ഗവൺമെൻറ്. കാരണം ഈ പെസ്റ്റിസൈഡ് ലോബി ഈസ് എ ബിഗ് ഹ്യൂജ് ലോബി. അവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നമുക്കാർക്കും. കാരണം കൃഷിക്കാരും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ ബാക്ക്വേർഡ് കൃഷി ചെയ്യുന്ന നേരത്തെ നമ്മളൊരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇന്ന ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഇന്ന ഇത് ഉപയോഗിക്കാവുള്ളൂ, നോർമൽ ഇതാ ചെയ്യാവുള്ളൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും കേൾക്കത്തില്ല. കാരണം വെച്ചാൽ അവൻ നോക്കും മഴ വന്നതിൻ്റെ കൃഷി പോയാൽ നമ്മൾ കാശ് കൊടുക്കുമോ? നമ്മൾ ഈ ഫോർമുലേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വി സേ ദറ്റ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ 100 രൂപയാണെങ്കിൽ വെച്ചാൽ നമ്മൾ 120 രൂപ തരാമെന്ന് പറയും. 20 രൂപ എക്സ്ട്രാ പ്രീമിയം കൊടുക്കും. ആ പ്രീമിയം കൊടുത്ത് നമുക്ക് ആ പ്രീമിയം വെച്ച് നമ്മൾ കസ്റ്റമറേയും പറയും, അവനെയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആക്കും, കസ്റ്റമറേയും ഇൻവോൾവ് ആക്കും. എന്നിട്ട് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ പുൾ ഔട്ട് ചെയ്യും. എന്നിട്ട് അവനും ഫണ്ട് ചെയ്യാൻ പറയും. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഫിനിഷ് പ്രൊഡക്റ്റിൽ അവൻ്റെ ഒരു പ്രത്യേക അവന് സ്പെഷ്യൽ പ്രൊഡക്റ്റായിട്ട് അവനെ മാറ്റിയിട്ട് നമ്മൾ അവന് ആ പ്രൊഡക്റ്റ് എക്സ്ട്രാ റേറ്റിനിട്ട് കൊടുക്കും. അല്ലാതെ നിവൃത്തി വാട്ട് യു സെഡ് ഇസ് എ ബിഗ് ചലഞ്ച് ടുഡേ. ഞാൻ സ്വന്തമായിട്ട് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും ബിഗസ്റ്റ് ചലഞ്ച് അതായത് എവറി ഡേ, എസ്പെഷ്യലി FDA പിന്നെയും ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് അമേരിക്കയിലാണ്. അറിയാം, ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് അമേരിക്കയിലാണ്. ആ പിന്നെ ഹൈയസ്റ്റ് പെസ്റ്റിസൈഡ്. അതെ, അതിപ്പോൾ ഞാൻ FDA ഹെഡ് ഇവിടെ വന്നപ്പോൾ, ലോറ ഇവിടെ വന്നപ്പം ഞാൻ ലോറയോട് പറഞ്ഞു, സി പെസ്റ്റിസൈഡ് ഇസ് എ ബിഗ് ഇഷ്യൂ. വി ആർ ദി ബിഗസ്റ്റ് യൂസർ ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ആർ ക്രോപ്സ്. കാരണം മെയ്സ് അതിനൊക്കെ അവർ ദേ യൂസ് പെസ്റ്റിസൈഡ്സ്. അപ്പം നമുക്ക് സിൻസ് വി ആർ എ തേർഡ് വേൾഡ് കൺട്രി ഓർ കൺസിഡർഡ് ആസ് എ തേർഡ് വേൾഡ് കൺട്രി, എനിബഡി ക്യാൻ ഡിക്റ്റേറ്റ് ടേംസ് ഓൺ അസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ വേറെ ലെവലിലേക്ക് നമ്മൾ കയറി വരുന്നുണ്ട്. പക്ഷേ അത് പിടിച്ചു നിൽക്കണം ആ ലെവലിൽ. എന്നാൽ മാത്രമേ നമ്മളൊരു ഡിക്റ്റേറ്റർ ആവണം, എന്നാലേ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് ടേമറിക്ക് US ആണ്, ഡോക്ടർ മജീദ് ഇരുന്ന സമയത്ത് US ആണ് അതിൻ്റെ പേറ്റൻ്റ് എന്ന് പറഞ്ഞ പോലെ ഈ കോഡക്സ് കമ്മിറ്റി ഉണ്ടാക്കിയായിരുന്നു. ആ കോഡക്സ് കമ്മിറ്റിയിൽ ഞാനൊരു മെമ്പറായിരുന്നു. 190 കൺട്രീസിൽ നിന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ വെച്ച്. അപ്പം ചെയർ ചോദിച്ചു, സ്പൈസ് ഇസ് എ വെജിറ്റബിൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ഇറ്റ്സ് എ വെജിറ്റബിൾ വെൻ ഇറ്റ്സ് ഇൻ ദ ഫ്രഷ് ഫോം. ഇറ്റ്സ് എ വെജിറ്റബിൾ. ലൈക്ക് പെപ്പർ പച്ചയാണെങ്കിൽ വെൻ ഇറ്റ്സ് ഡ്രൈഡ് ഇറ്റ് ഇസ് സ്പൈസ്. ജിഞ്ചറും അങ്ങനെ തന്നെയാണ്, ടേമറിക്കും അങ്ങനെ തന്നെയാണ്. കാരണം പച്ച ടേമറിക്കും പച്ചമഞ്ഞളൊക്കെ കിട്ടുമല്ലോ. അപ്പം അത് രണ്ട് സാധനമാണ്. വൺ ഇസ് വെജിറ്റബിൾ ആൻഡ് വൺ ഇസ് ഡ്രൈഡ്. വെൻ ഇറ്റ് കംസ് ആൻഡ് ഡ്രൈഡ് ഫോം ഇറ്റ് ബിക്കം സ്പൈസസ്. അപ്പം അതിന് ഡിബേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഗ്രോയിങ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ, ഇന്ത്യ, വിയറ്റ്നാം, ശ്രീലങ്ക, പിന്നെ കംബോഡിയ, ഇങ്ങനെ കുറച്ച് കൺട്രീസ്. ഇപ്പോൾ 190 കൺട്രീസ് എന്നുള്ള പാർട്ടിസിപ്പേഷനാണ്. കോഡക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പെസിഫിക്കേഷൻ വേൾഡ് വൈഡ്, 2 സ്പെസിഫിക്കേഷൻ ഇല്ല. അപ്പം അതിനു വേണ്ടിയായിരുന്നു ഫൈറ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ സ്പൈസ് ബോർഡിനെ റെപ്രസെൻറ്റ് ചെയ്താണ് ഞാൻ അന്ന് പോയത്. പക്ഷേ അതൊന്നും നടക്കില്ല. പക്ഷേ അത് ഈ ആധിപത്യം നിലനിർത്തുന്നിടത്തോളം കാലം അത് ഇതിൽ FDA പറഞ്ഞ കേൾക്കണം, അല്ലെങ്കിൽ EU പറഞ്ഞ കേൾക്കണം. നമുക്ക് FSSAIക്കൊന്നും അവിടെ യാതൊരു ഇതൊന്നും തരില്ല. അവർ ദേ വിൽ നോട്ട് ഈവൻ കൺസിഡർ എനിത്തിങ് ഫോർ അസ്. ശരിക്കും പോൾ ആൻഡ് മൈക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ ഈ ഇന്നോവേറ്റീവ് തിങ്കിങ് ഉള്ളത്, നമ്മൾ ഈ ചെറിയ സ്മോൾ ചോക്ലേറ്റ്സ് ഞാൻ പണ്ടുണ്ടാക്കി. ഈ നമ്മുടെ നട്ട്മെഗ് ഓയിൽ വെച്ചും ജിഞ്ചർ ഓയിൽ വെച്ചൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടാക്കി. കാക്കോബിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ജോബ് വർക്ക് ചെയ്യിപ്പിച്ചു. അവരെ കൊണ്ട് ഞാൻ ജോബ് വർക്ക് ചെയ്യിപ്പിച്ച് ഞാൻ മേടിച്ചു. അപ്പോൾ കുറച്ച് ഡൊമസ്റ്റിക് ബിസിനസ്സും നടന്നു. പിന്നെ കാക്കോബിൻസുകാരൻ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മളവന് പണിയില്ലാത്തതുകൊണ്ട് പണി കൊടുത്തപ്പോഴത്തേക്കും അവൻ നമുക്കിട്ട് പണിതു. അത് പിന്നെ നമ്മൾ അതിൻ്റെ ഫോമുല എടുത്ത് അവൻ ചോക്ലേറ്റ് ഉണ്ടാക്കി അവൻ വയ്ക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഞാനായിരുന്നു ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ യു കനോട്ട് ഫൈറ്റ് ലോങ്. നമുക്ക് ജോലി ചെയ്യാം, പക്ഷേ ഫൈറ്റിങ്ങിന് സമയം കളയരുത്. ഇറ്റ്സ് എ വേസ്റ്റ്. കാരണം
ടൈം കൺസ്യൂമിങ് തിങ് ആൻഡ് ഇറ്റ്സ് നോട്ട് നമുക്ക് തന്നെ ഒന്നും ഈൽഡ് ചെയ്യാനില്ല ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നാൽ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ രസമാണ്, നമുക്ക് ജീവിക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിർത്തി വെച്ചു. പിന്നെ റീസെൻറ്റ് പാസ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ 7 years ആയി പോളറിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ സുലയില്ലേ അവരൊക്കെ ആയിട്ട് ഒരു വൈനില്ലേ സുലൈ, അവരൊക്കെ ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി. അങ്ങനെ ആണ് അതിപ്പം കയറി എന്ന് പറയാൻ പോലും പറ്റില്ല. അത് സ്റ്റിൽ റണ്ണിങ് ഓൺ എ ലോസ്, ബട്ട് ഇറ്റ് വിൽ കം അപ്പ്. ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ കിട്ടിയില്ലേ ഈ ഇടയ്ക്ക്? അത് ബിക്കോസ് ഓഫ് അവർ സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് കൊക്കോ ദറ്റ് വി ആർ യൂസിങ്. അതിൻ്റെ ആ ഡിഫറൻസ് ഉണ്ട് ആ ചോക്ലേറ്റിൽ. കാരണം കൊക്കോ ഇവിടുന്ന് മേടിക്കുന്നത്. കൊക്കോ ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ അത്രയേ ഉള്ളത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ലാർജ് സ്കെയിൽ. ഇപ്പോൾ കാഡ്ബറിയൊക്കെ ഉണ്ടാക്കണമെന്നൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഒരു നിഷ് മാർക്കറ്റ്. ഈ സൈസ് വർദ്ധിക്കുന്നതോറും ലോസ് കൂടിക്കൊണ്ടിരിക്കും. ചോക്ലേറ്റിന് കുഴപ്പമില്ല, കാരണം ബിക്കോസ് യു ഹാവ് ടു സ്റ്റോക്ക് യുവർ ഷുഗർ, യു ഹാവ് ടു സ്റ്റോക്ക് എവറിത്തിങ്. ഇൻവെൻട്രി കൂട്ടുമ്പോൾ നമ്മുടെ ഇറ്റ്സ് അപ് ടു യു. യു ക്യാൻ ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഇൻക്രീസിങ് ദ വോളിയം. കാഡ്ബറി പോലെ ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഡൊമസ്റ്റിക്കിൽ മാത്രമേ ഉള്ളൂ, എക്സ്പോർട്ട് ഇല്ല തന്നെ. ചോക്ലേറ്റ് അതിന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഇല്ല എങ്ങനെയുണ്ട്? ഐ തിങ്ക് യു ഹാഡ് നോ ഈ ബിസിനസ് താങ്കളിപ്പോൾ 1980s സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴുള്ളൊരു ബിസിനസ് ക്ലൈമറ്റ് കേരളത്തിൽ ആൻഡ് ഇപ്പോൾ ഉള്ളൊരു ബിസിനസ് ക്ലൈമറ്റ് അതുപോലെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ബേസിക്കലി ഞങ്ങൾക്ക് വി ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ നമ്മളിപ്പോൾ കേരളത്തിലെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാലും കേരളത്തിലെ ഒരു നോംസും നമുക്ക് ബാധകമല്ല. കാരണം ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് എക്സ്ട്രാക്ഷൻ ഇസ്. ആൻഡ് ഇപ്പം 2018 ഒരു സമരം ചെയ്തു CPM. ഞാൻ ചോദിച്ചു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു. എൻ്റെ മേഡ് എനി മിസ്റ്റേക്ക്. The highest salary paid company, everybody is insured, first pension company in private company in India. അങ്ങനെ പല ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയാണ് സിന്തൈറ്റ്. കാരണം ഫാദറിൻ്റെ ആ ലെഗസി തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനായിരുന്ന സമയത്ത് മാനേജിംഗ് ഡയറക്ടർ. ഈ എല്ലാവരുടെ തലയിൽ ഒന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഫാദർ സിക്കായി, എൻ്റെ കസിൻ ജോഷ് പോളും സിക്കായി. എല്ലാവരും എൻ്റെ അകത്ത് PR കളിച്ചിരുന്നവരും സീനിയേഴ്സായിട്ട് ഇരുന്നവരൊക്കെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ബ്രദർ. പുള്ളിക്കാണെങ്കിൽ ആരും PR ഇല്ലാത്ത ഒരാൾ. എനിക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും അറിയാമായിരുന്നു ഈ കേരളത്തിൽ. അങ്ങനെ ഞാൻ പിണറായി സാറിനെ പോയി കണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇതാണ് എൻ്റെ സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞു. മൈ ഡ്രൈവേഴ്സ് ആർ ഗെറ്റിംഗ് 60,000 rupees per month. മൈ പ്ലംബർ ഇസ് ഗെറ്റിംഗ് 80,000 rupees a month. സാറേ ഇതിലേക്കുള്ളൊക്കെ എങ്ങനെയാണ് സാറേ സാലറി കൊടുക്കാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അടച്ചു വെച്ചോളാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ സ്നേഹം അതാണ്. അടച്ചു വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നില്ല. അപ്പോൾ സമരം പിൻവലിച്ചു, പരിപാടി തീർത്തു, അതെല്ലാം കലാശക്കൊട്ടായി. അപ്പം അങ്ങനത്തെ CMനെ കിട്ടണം. ബിക്കോസ് ലൈക്ക് ഐ ലൈക്ക് വി ഡി സതീശൻ. ബിക്കോസ് അവനെന്നോട് വയ്ക്കാൻ പറ്റില്ല. He studied with me. I know him very well because he was junior to me also. Such a gem of a character. കാരണം റീഡിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും റീഡിങ് ഹാബിറ്റുള്ള ഒരു മനുഷ്യൻ ഞാൻ പുള്ളീനെ ശശി തരൂരിനെ ഈ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാം. ഈ SHL വെച്ച് ഇവ 1 year junior to me. അന്ന് I was the only person who was having the car to go to the college. അപ്പോൾ ഇവർക്കെല്ലാം എൻ്റെ കാർ സതീഷിനോട് പ്രസംഗിക്കുമ്പോഴും പറയും, ഞാൻ സ്റ്റേജിലാണെങ്കിൽ പറയും വിജുവിൻ്റെ കാറാണ് ഞങ്ങൾ കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിൽ ഉപയോഗിച്ചതെന്ന്. കാരണം വെച്ചാൽ അതുപോലെ അടുപ്പായിരുന്നു ഞങ്ങൾ തമ്മിൽ. വെച്ചാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ കാണാൻ ചെന്ന സമയത്താണെങ്കിൽ ദർബാർ ഹോളിലവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ ബാക്കിലവിടെ പോയിരുന്നു. ഞാൻ ചെന്നതിന് 5 minute ആയപ്പോഴത്തേക്കും മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ സൈഡിലേക്ക് ഉണ്ട്. എൻ്റെ വിജു വരാൻ പറഞ്ഞ് കൊണ്ട് ഇവിടെ വണ്ണി കയറ്റി എന്നെ സെക്രട്ടറി കൊണ്ട് എല്ലാവരും ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും വെച്ച് ഫോട്ടോ എടുത്തു. ഹി അക്നോളജസ് പീപ്പിൾ. ഹി ഡസൻറ്റ് ഫൊഗറ്റ് പീപ്പിൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് എ ഗുഡ് തിങ് ഓഫ് എ പേഴ്സൺ. കാരണം സാധാരണ ഒരു ലെവലിൽ എത്തിക്കുമ്പോൾ വേറെ ലെവലിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ഫൊഗറ്റ് പീപ്പിൾ.
ഇത് ഞാൻ വേറെ ഒരു ആളായിട്ട് മാറും. പക്ഷേ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു കേരളത്തിൽ വേറെ ഇഷ്യൂസ് നമ്മൾ ഇന്നവരെ, കാരണം 2019 വാസ് എ ബിഗ് ഗ്രോത്ത് ഫോർ സിന്തൈറ്റ് ആസ് ഫാർ സിന്തൈറ്റ് ഇസ് കൺസേൺഡ്. കോവിഡിൻ്റെ സമയത്താണ് സിന്തൈറ്റ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തത്. കാരണം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ലോഡ്സാണ് പോയിക്കൊണ്ടിരുന്നത്. കണ്ടെയ്നർ ലോഡ്സ് നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ അതിനിടയ്ക്ക് കണ്ടെയ്നർ ഷോർട്ടേജ് വന്നു. എല്ലാം കൂടെയും ചുറ്റും വരികയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് നന്നായിട്ട് പോകാൻ നേരത്ത് ആ കസ്റ്റമേഴ്സൊക്കെ റിക്വസ്റ്റിംഗ് ഫോർ മെറ്റീരിയൽ, പക്ഷേ വി ഡോണ്ട് ഹാവ് കണ്ടെയ്നേഴ്സ്. ചൈനയിൽ മുഴുവൻ പിടിച്ചു വെച്ചേക്കുമായിരുന്നില്ല അന്ന്. എല്ലാം അന്നിപ്പോൾ സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്പൈസസ് ഇമ്മ്യൂണിറ്റി, ലൈക്ക് മഞ്ഞളാണെങ്കിലും ശരി, പെപ്പറാണെങ്കിലും ശരി, ജിഞ്ചറാണെങ്കിലും ശരി. ജിഞ്ചർ ഇസ് വെരി ഗുഡ് ഫോർ സ്റ്റൊമക്ക്. അപ്പോൾ എല്ലാം ഇമ്മ്യൂണിറ്റി ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ നേരം ഉണ്ടായിരുന്നുള്ളൂ. കണ്ടെയ്നർ കിട്ടുന്ന താമസമുള്ളൂ. കാരണം അന്ന് ചൈന മുഴുവൻ പിടിച്ചു വെച്ചിരുന്നതുകൊണ്ട്, കണ്ടെയ്നേഴ്സ് മുഴുവൻ പിടിച്ചു വെച്ചിരുന്നതുകൊണ്ട് വി കുഡ് നോട്ട് സംഹൗ വി മാനേജ്ഡ് എൻ്റെ അക്കൗണ്ട്. പക്ഷേ സിന്തൈറ്റിൻ്റെ 50% ഹയർ ഗ്രോത്ത് എടുത്തതും 30% പ്രോഫിറ്റബിലിറ്റിയിലും വന്നത് ആ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ 2 ഇയേഴ്സാണ്. 3 ഇയേഴ്സ്. എത്ര ആൾക്കാർ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് ടോട്ടലി ഹോട്ടൽ ഉൾപ്പെടെ, റമദാൻ റിസോർട്ട്സ് ഉൾപ്പെടെ we are having about 3,000 in worldwide. I'm talking about 3,500 employees. കേരളത്തിലും ഇവിടെ ഉണ്ട് 1,900. ഇവിടെ മേജർ. ബട്ട് യു ആർ സ്ലോലി ഇങ്ങനെ കേൾക്കുന്നത് യു ആർ പല സ്ഥലത്തേക്ക് എക്സ്പാൻസ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് റൂമറൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സമരത്തിൻ്റെ സമയത്ത് ഞാൻ അടിച്ചൊരു അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയണ്ടേ? ഇപ്പം അല്ലെങ്കിൽ നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആരെയും കാശ് കെട്ടെടുത്തിട്ടൊന്നുമല്ലോ ചെയ്തേക്കണത്. അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് നിൽക്കാമല്ലോ. ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി ഹിയർ 100%. ആ, കാരണം കേരളത്തിൽ ഇനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിക്കോസ് ഇപ്പോൾ ഞങ്ങൾക്ക് ആന്ധ്രയിലുണ്ട് ഫാക്ടറി, കർണാടകത്തിൽ ഹരിയാറിലുണ്ട് ഫാക്ടറി, കോയമ്പത്തൂരുണ്ട് ഫാക്ടറി. പിന്നെ നമുക്ക് ഇപ്പം ഒറീസ ഗവൺമെൻറ് വരുന്ന ഓഫേഴ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കിടുങ്ങിപ്പോവും. ഭയങ്കര സബ്സിഡിയും 100% ലാൻഡും ഫ്രീ. ചോദിക്കണ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതിത്തരും ഇപ്പം. ദാറ്റ് ഇസ് ഹൗ സ്റ്റേറ്റ് ഗ്രോസ്. അല്ലാതെ നമ്മൾ ഈ മുകളിലിരിക്കുന്ന ആൾക്കൊരു വിഷൻ ഉണ്ടാവണം. അല്ലാതെ എല്ലാത്തിനും കയറി നമ്മൾ കമൻറ്റ് പറയാൻ, എല്ലാത്തിനും കയറി ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എല്ലാം ഇങ്ങനെ 1 to 1 പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് എടുക്കണം കൂടി. സതീഷൻസ് ഐഡിയ ഇസ് വെരി ഗുഡ്. കാരണം ബിക്കോസ് ഓഫ് പോർട്ട് ഹാർബർ കണക്ടിവിറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടൊരിക്കൽ ഞാൻ കർണാടക മിനിസ്റ്ററുള്ള സമയത്ത് അത് നമ്മൾ ഈ ഫ്രാൻസ് ടു ലണ്ടൻ ഓവർക്രാഫ്റ്റ് എന്ന സാധനമുണ്ട്. ഇറ്റ് ഗോസ് എബവ് ദ സീ. അതായത് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്രാൻസിൽ നിന്ന് കയറിയിട്ട് വിതിൻ 2 hours യു ആർ ഇൻ ലണ്ടൻ ഡോറിൽ. കാരണം വണ്ടി ലോഡ് ചെയ്യാം, 600 കാർ അതിനകത്ത് ലോഡ് ചെയ്യാം അണ്ടർഗ്രൗണ്ട്. യു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ രാവിലെ പോകണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചയ്ക്ക് പോകണമെങ്കിൽ ലഞ്ച് കിട്ടും, വൈകിട്ട് പോവുകയാണെങ്കിൽ ഡിന്നർ കിട്ടും. യു ആർ പാർക്ക്ഡ് ഇൻ ഡോറിൽ മാത്രമേ കൊണ്ട് ഇറക്കുകയുള്ളൂ. അത് അവിടെ കസ്റ്റംസ് ക്ലിയറൻസ് വേണം, ഫ്രാൻസിൽ നിന്ന് വരുവാണല്ലോ. അപ്പോൾ അന്ന് കസ്റ്റംസ് ക്ലിയറൻസ് വേണമായിരുന്നു. കാരണം അന്ന് എല്ലാ കൺട്രീസിലേക്കും വിസ വേണമായിരുന്നല്ലോ. ഇപ്പോൾ ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ ഒറ്റ വിസ മതിയല്ലോ എല്ലായിടത്തും പോകാനായിട്ട്. പണ്ട് എല്ലാ കൺട്രീസിനും ഓരോ സ്വിസ് വിസ, ജർമ്മൻ വിസ, എല്ലാത്തിനും സെപ്പറേറ്റ് വിസാസ് ആയിരുന്നല്ലോ. അപ്പോൾ അത് മാറിയല്ലോ. അന്ന് അങ്ങനെയായിരുന്നില്ല. ഫ്രാൻസിൽ നിന്ന് ഇവിടെ ഡോറിലിറങ്ങി ഈ കുഡ് ഹാവ് പ്ലാൻ ഫ്രം കാലിക്കറ്റ് ടു ട്രിവാൻഡ്രം. ഇതുപോലത്തെ ഒരു 4 ഇട്ട് കഴിഞ്ഞാൽ എന്തോരം ട്രാഫിക് കുറയ്ക്കാം, എന്തോരം ആൾക്കാരെ എൻജോയ് ചെയ്യും. കോഴിക്കോട് ബീച്ചിൽ നിന്ന് കയറുക, ഷൺമുഖം ബീച്ചിൽ കൊണ്ടേ ഇറക്കുക ട്രിവാൻഡ്രത്ത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുമായിരിക്കും, പക്ഷേ റണ്ണിങ് കോസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മലേഷ്യയിൽ. ഇറ്റ്സ് എ പ്യുവർ പാലക്കാട് ഗൈ, രവീന്ദ്രനാഥ്. ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ്. ഈ കേബിൾ കാർ ഉണ്ടാക്കുന്നതിന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ കാണാമല്ലോ. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ അടിമാലിയുടെ മുകളിൽ കൂടെ മൂന്നാമത് നിന്ന് എത്തുക എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കി. ആ ടി എസ്റ്റേറ്റ് മുകളിൽ കൂടെയൊക്കെ ഒന്ന് പോകുക. അതൊക്കെ ഒരു ഇമാജിനേഷനാണ്. ലൈക്ക് പീപ്പിൾ ഷുഡ് മിനിസ്റ്റർ. He's a big guy there. He is a multi-billionaire in Malaysia. So he's ready to invest. He is ready to invest. പാലക്കാട് വരണ നമുക്ക് ഈ കാൻകോർമാൻ ഫ്രഞ്ച് ഗ്രൂപ്പായിട്ട് നമുക്ക് ഇതൊരു ടേക്ക് ഓവർ ബിറ്റ്സോ സ്റ്റേക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എന്താ ശരിക്കും പറഞ്ഞാൽ വെരി ഗുഡ് ക്വസ്റ്റ്യൻ.
കാരണം മാൻ ഈസ് ആക്ച്വലി ഇൻ ടു പെർഫ്യൂമറി അങ്ങനെയുള്ള ഗ്രൂപ്പിലാണ്. അവരിത് ടേക്ക് ഓവർ ഈ ക്യാൻകോറിനെ എടുക്കാനുള്ള കാരണം ബിക്കോസ് അവർക്കൊരു ഹെഡ്ജിങ് വേണം ഓൺ ഒലിവറിസൺ. കാരണം ഇപ്പോൾ ആണെങ്കിൽ ഒലിവറിസൺ അവർ മേടിക്കുമായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴും മേടിക്കണ്ടേ മാൻ. അപ്പോൾ ക്യാൻകോറിനെ ബൈ ഔട്ട് ചെയ്തു. ക്യാൻകോർ വാസ് എ പീനട്ട്, സ്മോൾ പീ ഫ്രൈ ഫോർ ദം ആക്ച്വലി. മാനിനെ സംബന്ധിച്ചിടത്തോളം സിന്താറ്റിന് മേടിക്കാൻ വന്നാൽ പറ്റില്ല, കാരണം ഇറ്റ്സ് എ ബിഗ് ഫ്രൈ. കാരണം അത്രയും കാശ് മുടക്കിയിട്ട് സ്കോപ്പില്ല. Have you had offers? Do you remember? ലോട്ട് ഓഫ് ഓഫേഴ്സ്. നമ്മൾ റിഫ്യൂസ് ചെയ്തതാണല്ല. ഭയങ്കര മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും ഓഫർ ചെയ്തതാണ്, ഇൻക്ലൂഡിങ് മെക്കോമിക്. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അന്ന് നമ്മൾ എസ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എസ് പറയുമ്പോൾ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ മേ ബി മൈ തിങ്കിങ് ഇസ് റോങ്, ബട്ട് അങ്ങനെ പഠിച്ചു വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ തിങ്കിങ്ങിലേക്ക് പോകുന്നത്. കാരണം ഐ ഡോണ്ട് ലൈക്ക് വർക്കിംഗ് അണ്ടർ സമ്മൺ. പക്ഷേ സമ്മൺ മീൻസ് ഒരുത്തിൻ്റെ ഞാൻ പണിയെടുത്തിട്ട് അവന് കാശുണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ എന്ത് കാണിക്കാൻ? അതിനകത്ത് രസമില്ല നമുക്ക്. നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കും. അത് കോൾ ഇസ് ഓൺ us. അല്ലെങ്കിൽ ഞാൻ ഐ എം വർക്കിംഗ് ഫോർ ആസ് എ സെർവൻറ്റ് ടു ഹിം. എവറി മോർണിംഗ് ഹീൽ കോൾ മീ ആൻഡ് ആസ്ക് മീ, ഏയ് കം ഓൺ ജേക്കബ്, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദിസ് എന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ ഞാൻ മറുപടി പറയണം. ഇപ്പോൾ ഞാൻ കിച്ചൺ ഡിഷസ് നമ്മൾ പി ഫണ്ടിന് പോയിട്ടുണ്ട്. അവന് സത്യം പറഞ്ഞാൽ അവൻ ആപ്പാടെ മുടക്കിയിരിക്കുന്ന 80 crores കിച്ചൺ ഡിഷസിൽ. തിരിച്ചു കൊടുക്കേണ്ട ഈ വർഷം തിരിച്ചു കൊടുക്കേണ്ട 280 കോടിയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ടോട്ടൽ ടേൺ ഓവർ തന്നെ 250 കോടിയുള്ളൂ. എവിടെ നിർത്തി കൊടുക്കും? അതാണ് മൈൽ സ്റ്റോൺ വെച്ചിരിക്കുന്നത്. ഈ കിച്ചൺ ഡിഷസ് എന്ന ബ്രാൻഡിൻ്റെ പ്രശ്നം ഞാൻ പറയാം. ഒറ്റ ഒരു ബ്രാൻഡിന് വേണ്ടി എടുത്ത പി ഫണ്ടിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. ഇറ്റ്സ് എ റിസ്കി തിങ്. കാരണം ചില റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കളി കളിക്കാൻ പോകരുത്. കാരണം വല്ലവരും തലയ്ക്കൊണ്ട് അവൻ്റെ കൃഷ്ണൻ്റെ തല കൊണ്ടു കൊടുത്തിട്ട് അവൻ പിന്നെ ഇഷ്ടംപോലെ എങ്ങനെയുള്ള അവനെ മാനേജ് ചെയ്യാം. ഒരു കാറ് മേടിക്കാൻ പറ്റത്തില്ല, അത് അവനോട് ചോദിക്കണം. ഒരു ഓഫീസ് മോഡിഫിക്കേഷൻ അവനോട് ചോദിക്കണം. എന്ത് സാധനം മാറ്റിയോ അതിപ്പം IPO വരുമ്പോഴും അങ്ങനെ ഉണ്ടാവും 100%. So you are willing to take that call? Actually, principally, if you ask me, I'm not doing, but the board wants to go for it. New gen all wants to go for that. ആർക്കും ഇതുപോലെ രാവിലെ 8 മണിക്ക് വന്ന് ജോലി ചെയ്ത് 24 മണിക്കൂറും ജോലി ചെയ്തിട്ട് പോകാനൊന്നും ആർക്കും പറ്റില്ല. അപ്പം നോബഡി വാണ്ട്സ്, ബിക്കോസ് എല്ലാവർക്കും ഇപ്പോൾ റിലാക്സ് ആയിട്ട് ഗോൾഫൊക്കെ കളിച്ച് 11 മണിയാകുമ്പോഴൊക്കെ വന്ന് സൗകര്യം പോലെ തിരിച്ച് വീട്ടിൽ പോവുക. ഇതൊക്കെ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. കാരണം ഈ പുതിയ ജൻ്റെ ഏറ്റവും വലിയൊരു ഈ ഞാൻ പറയും ജീവിതം കാണാത്തതുകൊണ്ടാണ്. കാരണം ഡിഫിക്കൽറ്റി കൂടെ വരണം. ബിക്കോസ് ഞാൻ ചിന്തയിലൊക്കെ ജോയിൻ ചെയ്യുമ്പം ഞാൻ ഒത്തിരി എൻ്റെ ലേണിംഗ് ഫാറിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം എപ്പോഴും പറയും ഹൗ ടു മാനേജ് ഫണ്ട്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മണി മാനേജ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സബ്ജക്റ്റ് ഇൻ യുവർ ബിസിനസ്. യു ഡോണ്ട് പ്രോപ്പർലി മാനേജ് യുവർ മണി. അത് ഞാൻ എപ്പോഴും ഇപ്പോൾ ചിന്തയിൽ തന്നെ ഞാൻ പറയും, നമുക്ക് ഈ ഡിവിഷൻസൊക്കെ ഉണ്ട്, സപ്ലിമെൻറ്റ്സ് ഉണ്ട്, കിച്ചൺ ഡിഷസ് ഉണ്ട്, അങ്ങനെ സിമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും എല്ലാ ഡിവിഷനും നമ്മൾ ക്യാപിറ്റൽ ആദ്യം കൊടുക്കാം. പക്ഷേ റണ്ണിങ്ങിൽ മേ ബി 2 years വി ക്യാൻ സപ്പോർട്ട് ദം. ആഫ്റ്റർ ദാറ്റ് യു ഷുഡ് ടേക്ക് ഓഫ് യർ ഹാൻഡ്സ്. അല്ലെങ്കിൽ ഒരിക്കലും ആ കമ്പനി നിലനിൽക്കത്തില്ല. ഇപ്പോൾ റമദ റിസോർട്ട്സ് ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്നെ ഏൽപ്പിക്കുമ്പോൾ 42 റൂമുണ്ടായിരുന്നില്ല, 42 റൂംസ്. റണ്ണിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അബൌട്ട് 67 to 70 crores. റണ്ണിങ് ഓൺ ഹെവി ലോസ്, നോ മാർക്കറ്റിംഗ്, നത്തിങ്. എന്നെ ഏൽപ്പിക്കുമ്പോൾ അവർ വിചാരിച്ചു ഞാൻ മട്ടപ്പുയ്യാവെന്ന് വെച്ചു. കാരണം എനിക്ക് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഒരു ഐഡിയ എനിക്ക് രാജ്യം വന്നിട്ടില്ല ഇവിടെ. എനിക്ക് ഇൻഡസ്ട്രി നമ്മൾ പുറത്ത് കാണാത്ത ഹോട്ടൽ ഇൻഡസ്ട്രി എളുപ്പമെന്ന് വിചാരിക്കും. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി ജോബ്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്, ആ കാൽക്കുലേഷൻസ് തന്നെ പോകണം. അപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എനിക്ക് ആ പാട് അറിയാവുന്ന ഓയിൽസിന് അറിയാം, സ്പൈസ് എക്സ്ട്രാക്ഷൻസ് അറിയാം, പൗഡേഴ്സ് അറിയാമെന്നല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് എനിക്ക് യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഫാനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം പഠിക്കാനായിട്ടെന്ന് പറഞ്ഞു. യു ഷുഡ് ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ബോംബെക്ക് JW മാരിയറ്റിൽ ചെന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അത് ഞാൻ സാറ്റ് വിത്ത് ഹിം ഫോർ 2 days. I said how to run this show. പുള്ളി പറഞ്ഞു ദിസ് ആർ ദ കാൽക്കുലേഷൻസ് ദാറ്റ് യു ഷുഡ് ഹാവ്.
ഹൗസ് കീപ്പിങ്ങിൻ്റെ കാൽക്കുലേഷൻസ്, അങ്ങനെ ഓരോന്നിനും കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് തന്നെ കാണിച്ചത്. കാരണം എൻ്റെ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ തന്നെ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് ഞാൻ പോവുകയാണെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ എനിക്ക് കാൽക്കുലേഷൻ തരുന്നത്. എനിക്ക് ഐ ഡോണ്ട് നോ. കാരണം ബിക്കോസ് ഞാൻ സസ്പീഷ്യസ് ആണ്. കാരണം ബിക്കോസ് ഞാനൊരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുകയാണ്. ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അതിൻ്റെ ബിസിനസ് ഇൻപുട്ട് എത്രയുണ്ട്, എന്തൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇന്ന് 42 റൂംസിൽ നിന്ന് അന്ന് എന്നെ ഏൽപ്പിക്കുമ്പം ലോസിൽ, അതായത് എവറി മന്ത് വി ആർ റണ്ണിങ് ഓൺ എ ലോസ്, ഹെവി ലോസ്. ഇന്ന് വി ആർ റണ്ണിങ് ഓൺ എ പ്രോഫിറ്റ് അബൌട്ട് 4 crores ആൻഡ് റിസർവ്സ് അബൌട്ട് 9.8 crores. And from 42 rooms to 76 rooms. Keys ആണ് ഇമ്പോർട്ടൻ്റ്, നമ്പർ ഓഫ് റൂംസ് ആണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു റൂമിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനല്ലേ ഇവിടെ. അതായത് ഇതിൻ്റെ കാൽക്കുലേഷൻ വെച്ച് കഴിഞ്ഞാൽ 100 റൂംസ് മേക്ക് ഇറ്റ് ദ ബ്രേക്ക് ഈവൻ. 85 റൂംസ് 76 റൂംസ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന റൂമാണെങ്കിൽ പോലും യു കോൾ ഇസ് എ ചാരിറ്റി. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ പിക്കിൾ കോട്ടും പാഡിൽ കോട്ടൊക്കെ അവിടെ ചെയ്തപ്പോൾ റീസെൻ്റായിട്ട്. കാരണം ബിക്കോസ് അതിനകത്തൊരു ഞാനതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണുന്നില്ല. കാരണം അതൊരു ബാക്കിംഗ് ആണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം. കാരണം കളിക്കാൻ വന്നു, കളിച്ച് കഴിഞ്ഞിട്ട് ഡിന്നറിന് പോകും, ഫാമിലിയായിട്ട് വന്നെങ്കിൽ പിള്ളേർ ഡിന്നറിന് പോകും. അങ്ങനെ ഒത്തിരി അതിനകത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. നാച്ചുറലി കാർ പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. കട്ട് റോഡ് ഇപ്പോൾ പിക്കിൾ കോട്ടിലൂടെ കാക്കനാട് വഴി കളിക്കാൻ പോകണമെങ്കിൽ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. ചെറിയ നാരോ റോഡ്സ്, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങനെ ഒത്തിരി കൺജഷൻസ് ഉണ്ട്. കൂടെ ജിമ്മും പണിത് കൊടുത്തു. അപ്പം എല്ലാം കൂടി ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഐ എം ഷുവർ ദാറ്റ് കാരണം ഞാൻ പറഞ്ഞു വന്നത് ഈ 100 റൂംസ് ഇസ് ഓൺലി എ ബ്രേക്ക് ഈവൻ. കാരണം എല്ലാ വർഷവും ഒരു 10-15 മുറിയെങ്കിലും റീഫാബ്രിഷന് പോകും, റീഡൂയിങ്ങിന് പോകും. അതായത് നമ്മൾ 8 വർഷം കഴിയുമ്പം നമ്മുടെ ബെഡ് മാറണം, കോട്ട് മാറണം. കാരണം സാഗി ചെയ്യും. കാരണം നമ്മൾ പലരല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ വീട്ടിലെ പോലെയല്ല. വീട്ടിൽ നമ്മൾ മാത്രമേ കിടക്കുന്നുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് പലരും വന്ന് പല ബോഡി വെയിറ്റ്, പല സംഗതികളിൽ അവിടെ ബെഡ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ പല ദിവസവും പല ആൾക്കാരല്ലേ വരുന്നത്. അപ്പോൾ 8 വർഷമാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാവുള്ളൂ. ലിനൻ 4 ഇയേഴ്സിൽ മാറ്റണം. ഇതൊക്കെ ക്രൈറ്റീരിയൻസാണ്. ഇപ്പോൾ ഈ ലാഭം ഉണ്ടാക്കി നമ്മുടെ അവസാനം ഇത് മൊത്തം കാശ് കൊണ്ടുപോയി ഇതിനകത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അവർക്ക് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ബെഡിന്, ലിനന് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ സ്പെസിഫിക്കേഷൻസ് വെച്ചാൽ പോകാൻ പറ്റുള്ളൂ. ഒന്നും അത് വിട്ട് തിരിഞ്ഞും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും റോസി, പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അതിൻ്റെ 4 ബാർ. ഞങ്ങൾക്ക് അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് മുഴുവൻ ബാറാപ്പം. അത് മതി ആൾക്കാർക്ക് ഇപ്പോൾ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ കുസാറ്റിലെ സാറുടെ ഫാദറിന്റെ പേരിൽ സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങുന്നത്, അതിന്റെ എങ്ങനെയാണ് ഇപ്പൊ അവിടെ R&D പിള്ളേരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിന്റെ? ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു, ഡിഡ് വി മേക്ക് എ മിസ്റ്റേക്ക് എന്നൊരു ചോദ്യമുണ്ട് എനിക്ക് ഇപ്പം. കാരണം ബിക്കോസ് നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ട് കുറേ കാശുണ്ട് നമ്മുടെ ഫാറിൻ്റെ പേരിൽ 10 കോടി രൂപ കൊടുത്തു. ഇനി 10 കോടി രൂപ കൊടുക്കാൻ 20 crores നമ്മൾ ഓഫർ ചെയ്തേക്കുന്നത്. 10 കോടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ ഒന്നിലും നമ്മുടെ സൈഡിൽ നിന്ന് റെഗുലറായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാക്കണം ഇവരായിട്ട്. അങ്ങനെയൊന്നുമില്ല. യുവമാരുടെ ഫാക്കൽറ്റീസിൻ്റെ തോന്നണ പോലെയാണ്. വി ക്യാൻ ഇൻവോൾവ്, പക്ഷേ നമുക്ക് ആർക്കുണ്ട്, ഹൂ ഹാസ് ഗോട്ട് ടൈം ടു ഇൻവോൾവ് ഇൻ ഇറ്റ്? ആർക്കുണ്ട് സമയം? So you are not bringing anything else other than the money. I mean, I thought that you have the experience, expertise. അങ്ങനെയുള്ള ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കും. അങ്ങനെ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം US നിന്ന് ഒരാളെ കൊണ്ടുവന്നു. പക്ഷേ എന്നാലും 1-2 പ്രാവശ്യം വന്ന് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് തിങ് ഫോർ എസ്പെഷ്യലി ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഇപ്പോഴത്തെ ടെക്നോളജി, ഫെർമെൻറ്റേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഹൈ എൻഡ് ടെക്നോളജി. അപ്പോൾ നമ്മൾ കാണ്ട് ഈവൻ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഫെർമെൻറ്റേഷൻ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഹൈ എൻഡ് ടെക്നോളജി. കാരണം ഒരു സ്മോൾ സ്ട്രെയിനിൽ നിന്ന് ഇത്ര മില്യൺ സ്ട്രെയിൻസ് ഉണ്ടാക്കി ആ സ്ട്രെയിൻസിൽ നിന്ന് നമ്മൾ ഡോൺ ക്രാക്ക് ചെയ്ത് ഇത്ര ടൺ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. അത് നമുക്ക് ആ സ്ട്രെയിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അത് കറക്റ്റ് സ്ട്രെയിൻ ആയിരിക്കണം, അതിന് കൺസിസ്റ്റൻസി വേണം, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, അതിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. ഇതൊരു ലോങ് റേഞ്ച് സാധനമാണ്. ഇത് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമാണ് പറഞ്ഞ് അത് അവസാനിപ്പിച്ച് പോകാനുണ്ട്. അതിനുള്ള കറക്റ്റ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന്
അന്ന് അതിൻ്റെ തലേ ആഴ്ച ഞാൻ ചുമ്മാ ഒന്ന് കുസാറ്റിലൊന്ന് പോയതാണ്. അപ്പം അവരുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ഞാനവിടെ മിനിസ്റ്ററെ കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. അപ്പോൾ ഒരു ചോദിച്ചു, ഡോക്ടർ ബിജു ആണോ ചോദിച്ചാൽ നിങ്ങൾ അതേന്ന് പറഞ്ഞു. സാറാണോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ വേറെ വല്ല പണിയിലായിരുന്നു എന്ന് ചോദിച്ചാൽ കാശ് വേറെ വല്ലവർക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഈസ് എ ഫാക്കൽറ്റി ദിയർ, ഈസ് തിങ്ക് ദാറ്റ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ. പക്ഷെ നമുക്കതിനകത്ത് വി ഗോട്ട് കമ്മിറ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇറ്റ് ഈസ് നോട്ട്. പക്ഷേ അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫുൾ പ്രൂഫ്. കാരണം അത് ആ ഒരു ഏരിയ ഗ്രോ ചെയ്യണം. I thought you will get supply of people from there, like അവിടുന്ന് കഴിഞ്ഞ കുട്ടികളിൽ നിന്ന്. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാനിപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ കാരുണ്യം നമ്മൾ പിള്ളേരെടുക്കുന്നത്? കോയമ്പത്തൂർ കാരുണ്യം ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫുഡ് ഇന്നോവേഷനിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനകത്ത് ഒരു 40% ആൾക്കാർ കാരുണ്യം കോയമ്പത്തൂർ. ആ ഫുഡ് ടെക്നോളജി. ആ ദ ബെസ്റ്റ് ഫുഡ്. ഞാനവിടെ ഫുഡ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച അവരെ കൊണ്ട്. കാരണം ബിക്കോസ് ഐ വാസ് എ ഡയറക്ടർ ഓഫ് കാരുണ്യ യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ നിർബന്ധിച്ച് പോളിതനെ കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബൈബാക്ക് സിസ്റ്റവും കൊടുത്തു. ഞാൻ പറഞ്ഞു പിള്ളേരെ നമ്മൾ എടുത്തോളാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കണോണ്ട് ബാക്കി എല്ലാവരും ഇപ്പോഴും അവിടെ നിന്ന് തന്നെ എടുക്കാൻ തുടങ്ങി. ഈ കോമ്പറ്റീഷൻ്റെ പ്രശ്നം അതാണല്ലോ. നമ്മളെടുക്കണോണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ നിന്ന് കാരുണ്യം നിന്ന് മതി പിള്ളേരെ. അത് മാത്രമല്ല, സിന്തൈറ്റിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് 2 മാർക്കറ്റുണ്ട് സിന്തൈറ്റിൻ്റെ എംപ്ലോയീസിന്. ഒന്ന് മാരേജ് മാർക്കറ്റുണ്ട്, കല്യാണ മാർക്കറ്റുണ്ട് പെണ്ണുങ്ങൾക്ക്. കാരണം അവിടെ വന്നാൽ ഡെഫിനറ്റ് ഒരു വിതിൻ 6 months ഒരു അലയൻസ് കിട്ടും, ഉറപ്പാണ്. അപ്പം ഞാനെപ്പോഴും പെൺകുട്ടികളെ കൊച്ചു മുമ്പിൽ ഞാൻ ഇപ്പോൾ പറയും, മക്കളെ കല്യാണം കഴിക്കണം ദൈവത്തെ ഓർത്ത് എൻ്റെ അടുത്തുനിന്ന് എവിടെയെങ്കിലും ചെക്കന്മാരെ കണ്ടുപിടിച്ചോളണം. അല്ല നിങ്ങൾ ഈ 3 മാസം ഈ 3 വർഷം നമ്മൾ കഷ്ടപ്പെട്ടിട്ടേ ഇവരെ ട്രെയിൻ ചെയ്ത് ഈ ലെവലിലാക്കി കഴിയുമ്പോഴത്തേക്കാണ് ഈ മാരേജ് വരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യില്ലല്ലോ. എൻ്റെ അകത്ത് പാരൻസിന് ചെയ്യുള്ളൂല്ലോ. ഞങ്ങൾ ഈ ബയോടെക്നോളജി എക്സ്ട്രാക്ഷൻ തുടങ്ങി, ബയോടെക്നോളജി കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് എക്സ്പെർട്ടൈസ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ API ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസിലേക്കോ അതിലേക്ക് ഒന്നും ആലോചിച്ചില്ല. ഇൻജെക്റ്റബിൾസിലേക്ക് നമ്മൾ കയറാൻ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് നമ്മളിപ്പോൾ ടാബ്ലറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഇൻജെക്റ്റബിൾസിലേക്ക് എൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു രാജശമ്മാനിയായിട്ടുള്ള. കുറച്ച് കണ്ടിരുന്നു. അതിനകത്ത് ബ്രീഫ് ചെയ്തു. പക്ഷേ മുഴുവനായിട്ട് ബ്രീഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ബിക്കോസ് ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിക്കും. ഈ ഇൻജെക്റ്റബിൾസ് എന്ന് പറയുമ്പം സാറിന് മറ്റേ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യണമല്ല എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനാണത്. പക്ഷേ ഇറ്റ് വിൽ ഗോ ഡയറക്ട്ലി ഇൻ ടു യുവർ ബ്ലഡ് വെസൽസ് ആൻഡ് ആക്ട് വെരി ഫാസ്റ്റർ ദെൻ ദ ക്യാപ്സൂൾസ്. ഞാനിപ്പോൾ ഹൈദരാബാദ് ഒരു കമ്പനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ടോൾ ജോബിങ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ടോൾ ജോബ് ചെയ്യിപ്പിച്ചിട്ട് ഇഞ്ചെക്റ്റബിൾസ് മേടിച്ചിട്ട്. പക്ഷേ ഒരു ഡോക്ടർ വേണം. ഡോക്ടർ ശ്രീകുമാറിനെ ഇപ്പോൾ ആരെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാനായിട്ട്. ഐ കനോട്ട് സെൽ ഇറ്റ്. അതിനുള്ള ഡ്രഗ് ലൈസൻസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഡ്രഗ് ലൈസൻസ് കിട്ടും, സോറി. ഐ കനോട്ട് സെൽ ഇറ്റ് ഇൻ ദ മാർക്കറ്റ് ലൈക്ക് ദാറ്റ്. കാരണം ഇങ്ങനെ സ്ട്രിപ്സായിട്ടാണ് വരുന്നത്. No, it's a supplement. Supplement in liquid form. It goes straight into your blood vessels. ഇപ്പോൾ നമ്മൾ PRP എടുക്കില്ലേ? You know what PRP is? PRP നമുക്കിപ്പോൾ ഇവിടെ ഐ തിങ്ക് PRP എടുക്കുന്ന വേദന വരുവാണെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് മസിലിനാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ഒരു പ്ലാസ്മ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് രണ്ടാമത് അവർ ഇഞ്ചെക്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് സിമിലർ തിങ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫാർമ ഈസ് എ ബിഗ് ബിസിനസ് ആക്ച്വലി. ഫാർമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്രോത്തുള്ള ഇൻഡസ്ട്രി. ഹൈദരാബാദ് സർവൈവ് ചെയ്യുന്ന ഒരു IT കഴിഞ്ഞാൽ പിന്നെ ITക്ക് മുകളിൽ ഫാർമയാണല്ലോ അവർ സർവൈവ് ചെയ്യുന്നത്. റെഡീസ് ലാബ് എന്തോരം. ഹൈദരാബാദ് സ്കോപ്പുള്ളൂ. കാരണം ഇതിന് പറ്റിയ ആൾക്കാരെ കിട്ടണമെങ്കിൽ ഹൈദരാബാദാണ് പോകേണ്ടത്. കേരളത്തിലുള്ള ആരും കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ നല്ല ക്വാളിറ്റി ഓഫ് ആൾക്കാരെ കിട്ടാത്തതിൻ്റെ PhD അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ പ്രൊഫഷണൽ കിട്ടാത്തതിൻ്റെ മേജർ റീസൺ ഇസ് ബിക്കോസ് കേരളത്തിൽ 6 മണി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷട്ട് ഡൗണാണ്. ഉറങ്ങാൻ പോകും എല്ലാവരും. If you go to Bombay or Delhi, people start dinner at 11 o'clock.
ഇവിടെ 11 ആകുമ്പോഴത്തേക്കും ആൾക്കാർ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പം ആ ഒരു കൺസെപ്റ്റ് മാറിയേ പറ്റൂ കേരളത്തിന്. കാരണം അടുത്ത ന്യൂ ജെന്നും അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഇപ്പം ഞങ്ങളിപ്പോൾ ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് 6 മാസം കഴിയുമ്പോഴത്തേക്കും ദേ ഫീൽ ഫെഡപ്പ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് അവർക്ക് ലൈഫ് ആഫ്റ്റർ ദ വർക്ക് അവർക്കും ഇല്ല. കാരണം തിരിച്ച് പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ കടയൊക്കെ പൂട്ടി എല്ലാവരും വീട്ടിൽ പോയി കാണും. റോഡിലൊരു വണ്ടി പോലും കാണില്ല. അപ്പം സിറ്റുവേഷൻസ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു വലിയ ഡ്രോബാക്കാണെന്ന് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ IT പാർക്കൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി എല്ലാം കൂന കൂട്ടുന്നതിന് പകരം വല്ല മൂന്നാറിലോ വല്ല അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ അവിടെയെങ്കിലും കുറേ ആൾക്കാർ തമാശ പറഞ്ഞതല്ല. കാരണം ബിക്കോസ് സി മേക്ക് എൻവയറമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം എയർപോർട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വോട്ട് വുഡ് ഹാവ് ബീൻ ദ സിറ്റുവേഷൻ ഫോർ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ ആ ഏരിയ ഈ കേരളത്തിൻ്റെ ഈ കൊച്ചിയുടെ ഗ്രോത്ത് തന്നെ സ്ട്രേഞ്ച് ചെയ്ത് വന്നേ. ഇപ്പോൾ DP വേൾഡ് വന്നു. എല്ലാവരും വിചാരിച്ചു DP വേൾഡ് വന്നപ്പോഴത്തേക്കും വിചാരിച്ചു ഒരു ഷിപ്പിംഗ് ഇങ്ങനെ എളുപ്പമായിരിക്കും എന്ന് വെച്ചു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. DP വേൾഡ് ഇസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ് ഹിയർ. കാരണം എല്ലാ ദിവസവും അവർ റൺ ചെയ്യണം. കാരണം കപ്പലെടുക്കണ്ടേ. എല്ലാ ദിവസവും മണ്ണ് മാന്തി കൊടുത്താലേ അവൻ കപ്പലൊക്കെ കയറി വരുള്ളൂ. അതല്ലേ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നേരെ ഞാൻ പോയിട്ടുണ്ടോ പോർട്ടിൽ? യു ഷുഡ് ഗോ ആൻഡ് സീ ഇറ്റ്. കണ്ടേ പറ്റൂ. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ക്രെയിൻ കൺട്രോൾ ചെയ്യുന്നു, ഷിപ്പ് വരുന്നു, ഞാൻ ഇവിടെ ഈ മുറിക്കകത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നു, ഇറക്കുന്നു. ഇവിടെ ഇരുന്ന് ഞാൻ അവിടെ പോകണം, ആ ഒരു മനുഷ്യൻ അവിടെ പോകുന്നില്ല. ഇനി ഇവിടെ ഇരുന്ന് ഈ മുറിക്കകത്തിരുന്ന് എല്ലാം എനിക്ക് അതിന് ഷിപ്പിനെ ഔട്ട്സ്കേർട്സ് വരെ എനിക്ക് കൺട്രോൾ ചെയ്യാം. ബേർത്തിങ് പോലും. ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷിപ്പ് പണിക്കുന്ന വിചാരിച്ചു. കാരണം ഇത്ര നല്ല കച്ചവടം വേറെ ഒന്നുമില്ല. തമാശ പറഞ്ഞല്ല, ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. 44 years ആയി എക്സ്ട്രാക്ഷനും ഈ ഒലിവറസും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ലൈഫിലുള്ള ട്രാവലിംഗ്, ഈറ്റിംഗ്, ഫുഡ്? എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഐ ലൈക്ക് മീറ്റിംഗ് പീപ്പിൾ, ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ, ഐ ലൈക്ക് ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾ. ഞാൻ ഇങ്ങനെ ഡെലിബറേറ്റ് ചെയ്യും. ലൈക്ക് എൻ്റെ കാര്യം എനിക്കറിയാവുന്നതൊക്കെ ഞാൻ എക്സ്പോസ് ചെയ്യുന്ന കൂട്ടത്തിൽ. ബിക്കോസ് ഐ മേക്ക് റിലേഷൻഷിപ്പ് എക്സ്പോസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു മേക്ക് എല്ലാത്തിനകത്ത് മണി മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് പാടില്ല. യു മസ്റ്റ് ഹാവ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഓൾസോ ഇൻ ദാറ്റ്. അതിനൊരു എക്സാമ്പിളാണ് നെസ്ലയിൽ ഇന്ത്യൻ നെസ്ലയിൽ ഞാൻ ഈ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെന്നിരിക്കുമ്പോൾ അതുപോലെ 1:30 അപ്പോയിൻമെൻറ്റ് വന്നു എനിക്ക്. കാർത്തിക് എന്നൊരു പയ്യനാണ്. ഞാൻ എൻ്റെ രാജമാണിയുടെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പുറത്തിരിക്കുക, 1:30 അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നത്. 1:30 കഴിഞ്ഞു. ഞാൻ അരമണിക്കൂർ ഞാൻ നമ്മളെ മറന്നു പോയത് റിസപ്ഷൻ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട്, 5 minutes ഹെൽപ്പ് ചെയ്തായിരുന്നു പറഞ്ഞു. 2:30 കഴിഞ്ഞു, 3:30 കഴിഞ്ഞു, 5 മണിയായി. അവിടെ പുറത്ത് റിസപ്ഷനിലവിടെ ഇരിക്കുക. 5 മണിയായപ്പോൾ എനിക്ക് ഐ ഗോട്ട് റിയലി വൈൽഡ്. വെൻ ദെയർ ആൻഡ് റിസപ്ഷനിൽ ഞാൻ പറഞ്ഞു എനിക്ക് അർജൻറ്റായിട്ട് എനിക്ക് കാർത്തികിനെ കണക്ട് ചെയ്ത് കിട്ടി. തൊട്ടടുത്ത് ഇരുന്ന് ഈ കോൾ കേട്ടുകൊണ്ടിരുന്നത് അവിടുത്തെ HR ഹെഡാണ്. വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ എം സിറ്റിംഗ് ഹിയർ ഫ്രം 1:30 ഓൺവേർഡ്സ്. ഐ ഹാവ് നോട്ട് ഞാൻ ഇന്ന ആളെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു. വിത്തിൻ 5 minutes പുള്ളി താഴെ ഇറങ്ങി വന്നു. ഞങ്ങൾ കഫറ്റേറിയയിൽ പോയിരുന്ന്, മുറിയില്ല, ഡിസ്കഷൻ റൂംസ് ഇല്ല, കഫറ്റേറിയയിൽ പോയിരുന്ന് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു കാർത്തിക് യു ആർ ഓൺ എംപ്ലോയി of an organization. I am an employer for 2,500 people. Difference is only that. But this you should not do this to anyone. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ HR പറഞ്ഞു you be one of the best suppliers for Nestle. We are today one of the largest and the best supplier for Nestle today. Because അവിടെ പേഷ്യൻസ് ആണ് പഠിപ്പിച്ചത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലാത്ത സാധനമാണത്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ you can survive anywhere in the world. You also have this huge collection of cars. ഇന്നലെ ഒരാളെന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കാസ് ഇങ്ങനെ മേടിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ. ചില സമയത്ത് ഈ രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് ചില സമയത്ത് ഗൂഗിൾ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ പുതിയ കാസിൻ്റെ അപ്പോൾ ഞാനത് പഠിക്കും ഓരോ കാറിനെക്കുറിച്ച്. അപ്പം പഠിക്കും, പക്ഷേ ഞാൻ ഡ്രീം ചെയ്യുകയും ചെയ്യും കേട്ടോ. ആ കാർ ഇങ്ങനെ മേടിക്കണമെന്ന് അതിൻ്റെ ഫണ്ടിങ്ങൊക്കെ ഞാൻ ഡ്രീം ചെയ്യും. കാരണം ഇത് ഞങ്ങൾക്ക് ഒരു
പ്രിൻസിപ്പിളുണ്ട് കമ്പനിക്കകത്ത്. അതായത് ഒരു വണ്ടി ഒരാൾ കമ്പനിയുടെ അക്കൗണ്ടിൽ മേടിക്കാവുള്ളൂ, ബാക്കിയൊക്കെ പേഴ്സണലായിരിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും വണ്ടി മേടിച്ച് കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫാറിനുണ്ടായ സമയത്ത് പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ പുള്ളിക്ക് ഒരു വീക്ക്നെസ്, ഈ കാറെന്ന് പറഞ്ഞാൽ എനിക്ക് വീക്ക്നെസ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം സമ്മതിക്കുമായിരുന്നു എന്തും മേടിക്കാനായിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ഒരു വണ്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ എന്നോട് ഇപ്പോൾ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ് ഇപ്പോൾ 6-7 ഉണ്ട്. വൺ ഈസ് റോൾസ് കളിനാനുണ്ട്, ഇപ്പോൾ വന്ന വെൽഫെയറുണ്ട്, പിന്നെ ഒരു മെക്ലാരനുണ്ട്, ഒരു ജി വാഗനുണ്ട്, പിന്നെ ഒരു ടെസ്ല മേടിച്ചായിരുന്നു ഈ ഇടയ്ക്ക്. വെരി ഗുഡ് കാർ കേട്ടോ. കമ്പയർ ടു BYD and all, it's one of the very good. വീടിന്റെ അണ്ടർഗ്രൗണ്ടിലെ പാർക്ക് ആരും കാണാതിരിക്കുന്നത് ശരിയാണ്. വീട്ടിൽ വന്ന ആരും കാണത്തില്ല, അത് വേറെ ഒരു വണ്ടി കിടക്കണേ കാണുള്ളൂ. അപ്പോൾ കാരണം ഞാൻ കണ്ടമാനം ഗ്യാരേജിൽ കയറ്റില്ല. ഞാനൊരു 10-15 വണ്ടിയാകുമ്പോൾ ഞാൻ തിരിച്ച് കുറേ സെൽ ഓഫ് ചെയ്യും. ഇപ്പം ഈ കുറച്ചുകളായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ മീൻസ് ഏജിൽ ക്യാച്ച് ചെയ്ത് പറഞ്ഞ പോലെ. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് വി ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഇതെല്ലാം ഫാസ്റ്റ് കാർസാണ്. ഈ റോട്ടിൽ കൂടെ ഒരു രക്ഷയില്ല. മെക്ലാരൻ റോട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ക്യാമറയാണ്. പക്ഷേ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഈ ബൈക്കിൽ വന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഓടിക്കാനും പറ്റത്തില്ല. എങ്ങാനും പോയി തട്ടിയാൽ അതിനേക്കാളും വലിയ പ്രശ്നം. ഞാൻ ഫെറാറി മേടിച്ചിട്ട് എനിക്ക് നിലം തൊടാൻ സമയം കിട്ടില്ല. വണ്ടി റോട്ടിൽ ഇറക്കാനേ പറ്റില്ല. ഇപ്പം മെക്ലാറിന് ഇത് തന്നെയാണ്. അത് ഒരു സ്പെഷ്യൽ ഓറഞ്ച് കളറാണ്. ഇത് ഓൺലി 1 എഡിഷൻ ഇൻ ഇന്ത്യ. അപ്പം അത് റോട്ടിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വണ്ടി ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ടൗണിലുള്ളമാരും കൂടെ എല്ലാം കൂടി പിള്ളേരെല്ലാം കൂടി അതിൻ്റെ പുറകെ ഓടും. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിന് ആർട്സ് കോളേജിന് സെക്രട്ടറിയും കൂടിയാണ്. കോളേജിലെങ്ങനെ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ആ വണ്ടി പിന്നെ എനിക്ക് കാണേണ്ട കാര്യമില്ല. കാരണം ചുറ്റും പിള്ളേരൊക്കെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ഈ പിള്ളേർക്കൊക്കെ കാറിനോട് പണ്ടത്തെ പോലെയൊക്കെ പണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മാരുതി അല്ലെങ്കിൽ ഒരു ഇന്നോവ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കാശല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ ഹൈ എൻഡ് കാസ് വളരെ റെയറായിട്ടല്ലേ കാണുന്നുള്ളൂ. അപ്പം നാച്ചുറലി ഇപ്പോൾ ഞാനാണെങ്കിലും പണ്ട് ഈ ഹൈ എൻഡ് കാസ് കാണുമ്പോൾ നമുക്കൊരു ഫാസിനേറ്റ്, പുറത്തൊക്കെ പോകാൻ നേരത്തെ മെർസിഡീസൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വടിക്കോൾ യു ആർ സോ ഫാസിനേറ്റഡ് ടു സീ മെർസിഡീസും BMW ഒക്കെ. ഇപ്പോൾ ഇവിടെ മെർസിഡീസും BMW ചവറ് കണക്കിന് ഇറങ്ങുന്നതുകൊണ്ട് we're not bothered about that much about cars. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇനി വാട്ട് ഇസ് ദ നെക്സ്റ്റ്, എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻ്റ്ലി ദാൻ വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. പഠിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ പിള്ളേരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യാം അല്ലേ, ഇങ്ങനെ ബോർഡിലിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഐ ടോക്ക് ലൈക്ക് ദിസ്. ഞാൻ എൻ്റെ എംപ്ലോയീസിനും ഒരിക്കലും എൻ്റെ എംപ്ലോയീസായിട്ട് കാണാറില്ല. ഒരിക്കലും എപ്പോഴും ഞാനൊരു ഒന്നുമില്ല എൻ്റെ ഫ്രണ്ട്സായിട്ട് കാണും, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് നീറ്റഡ് ഫ്രണ്ട്സായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാറുള്ളൂ. ഐ ഡോണ്ട് കൺസിഡർ ദം ആസ് മൈ എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ, അപ്പം അങ്ങനെ ചെയ്താൽ വാട്ട്സ് എ ഡിഫറൻസ്, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്തായിരിക്കും, സ്പെസിഫിക്കേഷൻ എന്തായിരിക്കും. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഡിസ്കഷൻ ആൾക്കാർ വരില്ല. കാരണം ദേ ആർ സ്കെയർഡ് അബൌട്ട് മീ. കാരണം ഇനി അടുത്ത ചോദ്യം എന്താ വരാൻ പോകണമെന്ന്. കാരണം അവർ നോക്കാൻ നേരത്തെ തന്നെ ഈ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ ആ എക്സ്പീരിയൻസ് അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കുന്നത്. കാരണം ഈ ന്യൂ ജെന്നിന് കുറച്ചുകൂടെ ഈ ഗൂഗിൾ ചെയ്തും ChatGPT ഒക്കെ പോയി കുറച്ചുകൂടെ സമയം അവൻ അതിൻ്റെ അകത്താണല്ലോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. മോർ ദാൻ സ്പെൻഡിങ് ഇൻ റിയലി ലേണിംഗ്. ഈ റിയലി ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ യു ഷുഡ് പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ ടു ഇറ്റ്. അതല്ല റിയലി ലേണിംഗ് വരുള്ളൂ. അല്ലാതെ പുറത്തിരുന്ന് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പുറത്തിരുന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ലേണിങ്ങും കൂടെ ചെയ്യാൻ, അതായത് കൈ കൊണ്ട് ചെയ്താലേ ലേണിംഗ് ആവുള്ളൂ, അല്ലെങ്കിൽ തല കൊണ്ട് ചിന്തിച്ചാലേ ലേണിംഗ് ആവുള്ളൂ. അപ്പോൾ ആ ക്രിയേറ്റീവ് മൈൻഡില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന്. പിന്നെ പേഷ്യൻസ് ഇല്ല. നമ്മളപ്പോൾ ഇരുന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേ സാറേ അത് നാളെ പറയാമെന്ന് പറയും. പിന്നെ അവൻ ആ പൊടിയിട്ട് ആ വശത്തൊക്കെ കാണില്ല. പിന്നെ ഞാൻ അവൻ്റെ കുറവ് വേണം. ഞാനവൻ പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ നോട്ട് ചെയ്ത് ചോദിച്ചു വേണം ഇവനെ നാളെ പിടിക്കണമെന്ന്. എൻ്റെ സണ്ണിലോ ഉണ്ട്. ഹീസ് ലുക്കിംഗ് ഔട്ട് ദി മാർക്കറ്റിംഗ്. പുള്ളി ജോൺ ജോഷി. പിന്നെ എൻ്റെ ഡോക്ടർ നീലം
ഷീ വാസ് ദെയർ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാർക്കറ്റിങ്ങിൽ. ഷീസ് കമ്മിങ് ബാക്ക്. ഏതെങ്കിലും ഡിവിഷൻ്റെ ഇതായിട്ടാണോ അത്? എൻ്റെ കൂടെ ആയിരുന്നു മാർക്കറ്റിങ്ങിൽ. എനിക്ക് എൻ്റെ ഫ്ലെയർ വാസ് മോസ്റ്റ്ലി ഓൺ മാർക്കറ്റിംഗ് ആൻഡ് സ്കിൽസ് ആൻഡ് എൻ്റെ 2 ക്രിയേറ്റിവിറ്റി മാർക്കറ്റിംഗ് ആണ് എൻ്റെ സ്കിൽസ് മുഴുവൻ. അപ്പോൾ ആ സ്കില്ല് കാരണം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ട്രാവൽ ചെയ്യണം. വെൻ യു ഹാവ് സ്മോൾ കിഡ്സിനും അങ്ങനെ ഇപ്പം നമുക്ക് നമ്മുടെ ഓൺ ഫാമിലി ആയിട്ട് ഇതൊക്കെ പറയാം. പുറത്ത് ഒരിടത്തും ജോലി ചെയ്യാൻ പോയി പുണ്യപ്പെടാന്ന് പറയും. നിൻ്റെ മക്കളെയും പിള്ളേരാണെങ്കിൽ നീ അത് ആ വഴിക്ക് പോകും, നിനക്ക് ജോലി വേണം, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കും അല്ലേ. You go outside or nobody will is bothered about your family, your thing. Your own company ആയതുകൊണ്ട് പേടിക്കണം. That's what exactly. അതാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ഓൺ സ്ഥാപനം ആയതുകൊണ്ട് നമുക്ക് നിൽക്കുക പോട്ടെ എൻ്റെ മോളല്ലേ എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ടൈം കാലുകുത്തിയാൽ പിന്നെ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റിനും അപ്പം നോക്കത്തില്ല, വിളിച്ച് ഞാൻ വെച്ച് കയറി തരുമെന്ന് പറയും. കാരണം ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് വൺ ഇൻഡിവിജ്വൽ. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പലർക്കും നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള കമ്പനിയിൽ ഉള്ളവർക്ക് നമ്മളോടുള്ള വെറുപ്പെന്ന് പറഞ്ഞാൽ, സി 3,000 employees are working with me. I am also an employee of the organization. നമ്മൾ 3,001 ആളായിരിക്കും ചിലപ്പോൾ ഞാൻ, അല്ലെങ്കിൽ തുടങ്ങിയ ഒരാളായിരിക്കും ഞാൻ. പക്ഷേ നമ്മൾ അവരും കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ മാത്രം ഡോക്ടർ വിജു ജേക്കബിൻ്റെയോ അല്ലെങ്കിൽ CV ജേക്കബ് ഉണ്ടാക്കിയെന്നോ അങ്ങനെ അടുത്ത തലമുറയാണെന്നോ ഒന്നും നമ്മൾ നോക്കരുത്. കാരണം ബിക്കോസ് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്നാലേ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് എല്ലാ ഹോട്ടൽസിലും 50% സാലറി കട്ട് ചെയ്തു എല്ലാ എംപ്ലോയീസിൻ്റെയും. ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു റൂമിൽ ഒരാളേ ഉള്ളൂ ആപ്പാടെ താമസിക്കാനായിട്ട്. ഞാൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ GM-നെ എല്ലാവരും വിളിച്ചു കൂട്ടി ഇതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ ചോദിച്ചു, എല്ലാവരും 50% സാലറി കട്ട് ചെയ്തു, ഞാൻ കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അതുവരെ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. 2021 കോവിഡ് തീർന്നപ്പോൾ ഞാൻ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വെച്ച് ആ സാലറി ഇവിടെ റീപ്പ് ചെയ്ത് 20% ബോണസ്. സി ദാറ്റ് ഇസ് ഹൗ ദാറ്റ് ഇസ് ദെയർ. സി നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ലീഡർഷിപ്പിൽ ഇരിക്കാൻ നേരത്ത് നമ്മൾ ആ ഓർഗനൈസേഷനെ കാണേണ്ടത് നമ്മുടേതായിട്ടാണ് കാണേണ്ടത്. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട്. ഇപ്പം നാളെ വിജു ജേക്കബ് സിക്കാണെങ്കിൽ ആരെങ്കിലും എംപ്ലോയീസ് വിൽ ടേക്ക് കെയർ ഓഫ് ദ ഹോൾ തിങ്. ഇപ്പം നാളെ നമ്മളെല്ലാവരും റൈറ്റായിട്ട് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇത് അവരെയും കൂടെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ചക്രം മുന്നോട്ട് തിരിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കൺസിഡറേഷൻ ആണ് ഒരു ഇൻഡസ്ട്രി ലീഡർഷിപ്പിന് ഏറ്റവും മുഖ്യം ആയിട്ടുള്ളൊരു കാര്യം. നമ്മളെപ്പോഴും ഫസ്റ്റ് ആവാൻ. ഇപ്പം എന്നോട് രാജമാണി ചോദിച്ചു, വൈ യു ബിക്കം ഫസ്റ്റ്? ഐ സെഡ് ഐ വാസ് ദ ഫോർത്ത്. ഞാൻ ഫോർത്തിൽ നിന്നപ്പോൾ എന്താ ഗുണമുണ്ടായിരുന്നത്? എനിക്ക് അത്രയും ക്യാപിറ്റൽ മതി, എനിക്ക് അത്രയും എംപ്ലോയീസ് കുറച്ച് മതി, എനിക്ക് ആ 4th ലൈനിൽ നിന്നാൽ മതി. 3rd ഞാൻ അപ്പോൾ എന്താ ഫസ്റ്റ് ആവാൻ ശ്രമിക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം 3rd നിന്ന് ഞാൻ 4th നിന്നിട്ട് ഞാൻ 3rd പഠിക്കണം, അതുകൊണ്ട് ഞാൻ 3rd കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് 3rd വന്നിട്ട് ഞാൻ 3rd ഇരുന്നുകൊണ്ട് ഞാൻ 2nd കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. 2nd ഇരുന്നുകൊണ്ട് ഞാൻ ഫസ്റ്റായിട്ട് എങ്ങനെ പിടിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോഴാണ് എൻ്റെ അല്ലെങ്കിൽ എന്നെ കുഴപ്പം, ഞാൻ ഫസ്റ്റിനെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും, എൻ്റെ എംപ്ലോയി ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും, എൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഇസ് മോർ ദൻ വാട്ട് ഐ എക്സ്പെക്ട്. നമുക്കൊരു പ്രോജക്റ്റ് എൻവിസേജ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ബിക്കോസ് ആ പ്രോജക്റ്റ് കോസ്റ്റ് വിൽ ബി സോ ഹൈ. നേരെ വെച്ച് ഞാൻ 4th പ്ലേസിൽ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് വെച്ചപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ആ റമദാൻ റിസോർട്ട്സ് 4th പ്ലേസ്, അതിപ്പം 4th പ്ലേസ് നോക്കുള്ളൂ. ഐ ക്യാൻ ഗ്യാരണ്ടി വിതിൻ 2 years വിൽ ബി ദ ഫസ്റ്റ് 100%. കൊച്ചി ടൗണിൽ ബെസ്റ്റ് ഹോട്ടലായിരിക്കും അത്. കാരണം നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. കാരണം അല്ലാതെ നമ്മൾ ഓടി പിടിച്ച് ഫസ്റ്റ് ആവാൻ ശ്രമിക്കരുത്. ഫസ്റ്റ് ആവാൻ ശ്രമിക്കുന്നത് നമ്മൾ ഡേഞ്ചർ ഗെയിമാണ്, എസ്പെഷ്യലി ബിസിനസ്സിൽ. അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വരുമല്ലേ, അത്രയും കാശ് മുടക്കണം. അടുത്ത് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ നോക്കുന്ന ആരെയാണ് ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ നോക്കുന്നത് ഗ്രാൻഡ് ഹൈറ്റ് മാത്രമേ നോക്കുകയുള്ളൂ. ഹൗ ക്യാൻ ഐ ബിക്കം എ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്? ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് എൻ്റെ ഇൻഡസ്ട്രിയിൽ, എൻ്റെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, ഹോസ്പിറ്റാലിറ്റിയിൽ ഞാൻ എങ്ങനെ ഗ്രോ ചെയ്യണം? ഇപ്പോൾ ഞങ്ങളുടെ റിയാലിറ്റി ഉണ്ട്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റും ഇതൊക്കെ ഉണ്ട്, കല്ലൂർ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ പലയിടത്തും ഇപ്പം ഞങ്ങൾ കൂടുതൽ സബർബ്സിലാണ് ചെയ്യുന്നത്. വില്ല ഇപ്പോൾ സബർബ്സിൽ ചെയ്യുന്ന വില്ലാസിൽ 4 bedroom 2,900 3,000 square foot with 6 cents of land. It's only 1.9 crores including registration. പക്ഷേ
ഇവിടെയുള്ളവർ കൊതുകടിയും കൊണ്ട് ഇവിടെ എറണാകുളത്ത് എടുക്കാനേ താല്പര്യപ്പെടുന്നുള്ളൂ. ആരും സബർബ്സിൽ അവിടെ കൊതുകില്ല, ഒന്നുമില്ല, വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് വരാനൊന്നും കാരണം ഇതൊക്കെ ആരുടെയും ഫോർവേഡ് പ്ലാനിങ് ഇല്ല. കാരണം റിംഗ് റോഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ നോട്ട് ടേക്ക് മച്ച് ടൈം ഫ്രം കോലഞ്ചേരി ടു കൊച്ചിൻ. മാക്സിമം 15 minutes or 20 minutes മാക്സിമം. അത് സിറ്റി താമസിച്ചാലും നമ്മൾ 20 minute എടുക്കും ഓഫീസിൽ ചെല്ലാനായിട്ട് വിത്ത് ട്രാഫിക്. മറ്റാണെങ്കിൽ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിരിക്കും. ആൻഡ് യു ഹാവ് 6 cents of land of your own property. You are in a gated community. You got 4-bedroom house. Beautiful places we have. അപ്പോൾ കൂടുതൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് കൂടുതൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ തൊട്ടടുത്ത്. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ്സ് വയ്ക്കാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാര്യമുണ്ട്. ഒന്ന് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ഒക്കെ അടുത്ത് റിലേറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി കമ്മ്യൂട്ടിങ്. ഇപ്പോൾ ഒരു എമർജൻസി വന്നാൽ തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ ഹെൽത്ത് എമർജൻസി ആണെങ്കിലും, പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിലും നടന്നു പോയാൽ മതി പിള്ളേർക്ക്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ റിയാലിറ്റിയിൽ. അത് ശരിക്കും റിയാലിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ പഠിക്കേണ്ട ഒരു സംഭവമാണ് ശരിക്കും. നമ്മൾ കാരണം പഠിക്കുന്നത് ഫാദറൊക്കെ അന്ന് ആ സ്ഥലമൊക്കെ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇതൊക്കെ മേടിച്ചിരുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഐ നെവർ ന്യൂ ദാറ്റ് ഹി തോട്ട് ലൈക്ക് ദാറ്റ്. ഭയങ്കര ഫോർവേഡ് തിങ്കിങ് ആയിരുന്നു. അത് നമുക്ക് അൺഇമാജിൻ. നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹൗ ഡിഡ് യു തിങ്ക് ലൈക്ക് ദാറ്റ്. ഈ അന്നൊക്കെ 10 ഏക്കർ കിട്ടാനായിട്ട് 10 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുത്താൽ മതി ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ. ഇന്ന് വി ക്യാൻ, അതുകൊണ്ടല്ലേ 1.9 CR വിത്ത് 6 cents of land with 4 bedroom കിട്ടുന്നത്.